അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് പരിശുദ്ധമായ പുണ്യ ഈ റമളാൻ മാസത്തിലെ ഈ ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് സ്ത്രീകൾ നിർബന്ധമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്. ഭർത്താക്കന്മാർ മനസ്സിലാക്കി വെക്കുക, നിങ്ങളുടെ ഭാര്യമാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, വീട്ടിലുള്ള സ്ത്രീകൾക്കൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്. പ്രത്യേകിച്ചും ഫർളായി നമ്മൾ നോമ്പ് നോൽക്കേണ്ട ഈ റമളാൻ മാസത്തിൽ തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ മനസ്സിലാക്കുവാൻ പോകുന്നത്. വിഷയം എന്തെന്ന് വെച്ചാൽ, ഗർഭിണി നോമ്പ് ഒഴിവാക്കിയാൽ ഖളാ വീട്ടിയാൽ മാത്രം മതിയോ എന്ന ചോദ്യത്തിന് ഉള്ള ഉത്തരമാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ റമളാനിലെ നോമ്പ് ഒരു സ്ത്രീ പ്രസവിച്ച് കിടന്നത് കൊണ്ട് നഷ്ടപ്പെട്ടു പോയി, ഇനി എന്താണ് ചെയ്യേണ്ടത്? ഖളാ വീട്ടിയാൽ മാത്രം പോരെ എന്നീ രണ്ട് സംശയങ്ങളാണ് നമ്മൾ തീർക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് കഴിഞ്ഞ റമളാനിലെ നോമ്പ് ഒരു സ്ത്രീ പ്രസവിച്ച് കിടന്നത് കൊണ്ട് നഷ്ടപ്പെട്ടു പോയി. കഴിഞ്ഞ റമളാനിലെ നോമ്പ് ഒരു സ്ത്രീ പ്രസവിച്ച് കിടന്നത് കൊണ്ട് നഷ്ടപ്പെട്ടു പോയി, ഇനി എന്ത് ചെയ്യണം? ഖളാ വീട്ടിയാൽ മാത്രം മതിയോ? അതുപോലെ കഴിഞ്ഞ നോമ്പ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ റമളാനിലല്ല, ഈ റമളാനിൽ തന്നെ പ്രസവിച്ച് കിടക്കുന്നത് കൊണ്ട് ആ സ്ത്രീക്ക് നോമ്പ് നഷ്ടപ്പെട്ടു പോയി. ഇനി അടുത്ത റമളാൻ ആകുമ്പോഴേക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നതാണ് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുവാൻ പോകുന്നത്. അപ്പോൾ എന്താണ്? കഴിഞ്ഞ റമളാനിലെ നോമ്പ് ഒരു സ്ത്രീ പ്രസവിച്ച് കിടന്നത് കൊണ്ട് നഷ്ടപ്പെട്ടു പോയി, ഇനി എന്ത് ചെയ്യണം? ഖളാ വീട്ടിയാൽ മാത്രം പോരെ? അപ്പോൾ ഇവിടെ എന്താണ് മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ചാൽ, പ്രസവം കാരണം നോമ്പ് ഉപേക്ഷിക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടാവാം. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കുക, പ്രസവം കാരണം നോമ്പ് ഉപേക്ഷിക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടാവാം. അപ്പോൾ അതിൽ ചില കാരണങ്ങളാണ്: പ്രസവത്തിന് മുമ്പ് ഗർഭധാരണ വേളയിൽ സ്വശരീരത്തിനു ഹാനികരമാകയാൽ നോമ്പ് ഉപേക്ഷിക്കുക. അതായത് പ്രസവത്തിന് മുമ്പ് ഗർഭധാരണ വേളയിൽ ശരീരത്തിന് എന്തെങ്കിലും ദോഷം ചെയ്യും എന്ന കാരണത്താൽ നോമ്പ് ഉപേക്ഷിക്കുക. അതുപോലെ പ്രസവാനന്തരം നിഫാസ് കാരണത്താൽ നോമ്പ് ഉപേക്ഷിക്കുക. പ്രസവാനന്തരം നിഫാസ് കാരണത്താൽ നോമ്പ് ഉപേക്ഷിക്കുക. അതുപോലെ നിഫാസ് നിന്നതിന് ശേഷം സ്വന്തം ശരീരത്തിന് ദോഷം ചെയ്യും എന്ന കാരണത്താൽ നോമ്പ് ഉപേക്ഷിക്കുക. ഈ പറയുന്ന സന്ദർഭങ്ങളിലൊക്കെ നോമ്പ് ഉപേക്ഷിച്ചാൽ നോമ്പ് ഖളാ വീട്ടിയാൽ മതി, മുദ്ദു കൊടുക്കേണ്ടതില്ല എന്ന കാര്യം മനസ്സിലാക്കുക. ഏതൊക്കെയാണ്? പ്രസവത്തിന് മുമ്പ് ഗർഭധാരണ വേളയിൽ സ്വന്തം ശരീരത്തിന് ദോഷം ചെയ്യും എന്ന കാരണത്താൽ നോമ്പ് ഉപേക്ഷിക്കുക. പ്രസവത്തിന് മുമ്പ് ഗർഭധാരണ വേളയിൽ സ്വശരീരത്തിന് എന്തെങ്കിലും ദോഷമുണ്ടാവും, ഹാനികരമാകും എന്ന കാരണത്താൽ നോമ്പ് ഉപേക്ഷിക്കുക. പ്രസവാനന്തരം നിഫാസ് കാരണത്താൽ നോമ്പ് ഉപേക്ഷിക്കുക. നിഫാസ് നിന്നതിന് ശേഷം സ്വന്തം ശരീരത്തിന് എന്തെങ്കിലും ദോഷം ചെയ്യും എന്ന കാരണത്താൽ നോമ്പ് ഉപേക്ഷിക്കുക. ഈ പറയുന്ന സന്ദർഭങ്ങളിൽ നോമ്പ് ഉപേക്ഷിച്ച നോമ്പുകൾ ഖളാ വീട്ടിയാൽ മതി, ഇവിടെ മുദ്ദു കൊടുക്കേണ്ടതില്ല എന്ന കാര്യം മനസ്സിലാക്കുക. ഇനി മറ്റു ചില കാരണങ്ങളാണ്: പ്രസവത്തിന് മുമ്പ് ഗർഭധാരണ വേളയിൽ ഗർഭസ്ഥ ശിശുവിന് എന്തെങ്കിലും ദോഷം ചെയ്യും എന്ന് മാത്രം. ഗർഭം ധരിക്കുന്ന സ്ത്രീക്കല്ല, കുട്ടിക്ക്, വയറ്റിലുള്ള കുട്ടിക്ക് എന്തെങ്കിലും ദോഷം ചെയ്യും എന്ന കാരണത്താൽ മാത്രം നോമ്പ് ഉപേക്ഷിക്കുക. അതുപോലെ നിഫാസ് നിന്നതിന് ശേഷം മുല കുടിക്കുന്ന കുഞ്ഞിന് എന്തെങ്കിലും ദോഷം ചെയ്യും. നിഫാസ് നിന്നതിന് ശേഷം മുല കുടിക്കുന്ന കുഞ്ഞിന് എന്തെങ്കിലും ദോഷം ചെയ്യും എന്ന കാരണത്താൽ നോമ്പ് ഉപേക്ഷിക്കുക. എന്നാൽ ഖളാ ആയ നോമ്പുകൾ അവസരമുണ്ടായിട്ടും അടുത്ത റമളാന് മുമ്പ് നോറ്റ് വീട്ടിയിട്ടുമില്ല. ഓരോ നോമ്പിനും ഓരോ മുദ്ദ് വീതം വിതരണം ചെയ്യണം. ഇവിടെ എന്താണ്? ഈ സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യണം? ഓരോ നോമ്പിനും ഓരോ മുദ്ദ് വീതം വിതരണം ചെയ്യണം. അതാണ് ഈ കാരണങ്ങൾ. നിങ്ങൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കുക. ഇവിടെ നോമ്പ് ഖളാ വീട്ടുകയും വേണം, നോമ്പിന് ഓരോ മുദ്ദ് വീതം ദാനം ചെയ്യുകയും വേണം എന്ന കാര്യം മനസ്സിലാക്കുക. വർഷങ്ങൾ പിന്തിച്ചാൽ വർഷങ്ങളുടെ കണക്കനുസരിച്ച് മുദ്ദ് വർദ്ധിപ്പിക്കണം എന്നതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് ഇത്രയുമാണ് മനസ്സിലാക്കുവാനുള്ളത്. മുമ്പ് കഴിഞ്ഞു പോയ റമളാനിൽ ഒരു സ്ത്രീ പ്രസവിച്ച് കിടന്ന കാരണങ്ങൾ കൊണ്ട് നോമ്പ് നഷ്ടപ്പെട്ടു പോയി, ഇനി എന്ത് ചെയ്യണം എന്ന ഒരു വിഷയത്തെക്കുറിച്ച് ഇത്രയുമാണ് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത്, ഗർഭിണി നോമ്പ് ഒഴിവാക്കിയാൽ ഖളാ വീട്ടിയാൽ മാത്രം മതിയോ? നോമ്പ് ഒഴിവാക്കിയാൽ നോമ്പ് ഒഴിവാക്കിയാൽ ഖളാ വീട്ടിയാൽ മാത്രം മതിയോ എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്, ഗർഭിണിയും മുലയൂട്ടുന്നവളും അവരുടെ ശരീരത്തിൻ്റെ കാര്യത്തിൽ വളരെ ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കുവാൻ പോവുകയാണ്. ഗർഭിണിയും, ഇത്രയും മനസ്സിലാക്കേണ്ടതുള്ളൂ, ശ്രദ്ധാപൂർവ്വം മനസ്സിലാക്കുക. ഗർഭിണിയും മുലയൂട്ടുന്നവളും അവരുടെ ശരീരത്തിൻ്റെ കാര്യത്തിൽ ഭയന്ന് നോമ്പ് ഉപേക്ഷിച്ചാൽ ഖളാ വീട്ടിയാൽ മതി. എന്നാൽ സ്വന്തം ശരീരത്തിൻ്റെയും കുട്ടിയുടെയും കാര്യത്തിൽ ഭയന്ന് നോമ്പ് ഒഴിവാക്കിയാലും ഇവിടെ ഖളാ വീട്ടിയാൽ മാത്രം മതി. നോമ്പ് കാരണം കുട്ടിക്ക് മാത്രം എന്തെങ്കിലും ബുദ്ധിമുട്ട് വരും എന്ന നിലക്കാണ് നോമ്പ് ഒഴിവാക്കിയത് എന്നുണ്ടെങ്കിൽ നോമ്പ് ഖളാ വീട്ടുകയും വേണം, ഓരോ നോമ്പിനും ഓരോ മുദ്ദ് ഭക്ഷ്യവസ്തു നൽകുകയും വേണം എന്ന കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കിയ വിഷയത്തിൽ ആ കാരണങ്ങൾ, ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് നോമ്പ് ഖളാ വീട്ടേണ്ടത്, ഏതൊക്കെ സന്ദർഭത്തിലാണ് നോമ്പ് ഖളാ വീട്ടുകയും വേണം, മുദ്ദ് കൊടുക്കുകയും വേണം എന്ന കാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ അത് ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ.
ഗർഭിണിയും, അതാണ് ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയുന്നത്. എന്ത്? ഗർഭിണി നോമ്പ് ഒഴിവാക്കിയാൽ ഖളാ വീട്ടിയാൽ മാത്രം മതിയോ എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് അതാണ് പറയുന്നത്. ഗർഭിണിയും മുലയൂട്ടുന്നവരും അവരുടെ ശരീരത്തിൻ്റെ കാര്യത്തിൽ ഭയന്ന് നോമ്പ് ഉപേക്ഷിച്ചാൽ ഖളാ വീട്ടിയാൽ മാത്രം മതി. ഇവിടെ മുദ്ദ് കൊടുക്കണ്ട. സ്വന്തം ശരീരത്തിൻ്റെയും കുട്ടിയുടെയും കാര്യത്തിൽ ഭയന്ന് നോമ്പ് ഒഴിവാക്കിയാലും ഖളാ വീട്ടിയാൽ മാത്രം മതി, മുദ്ദ് കൊടുക്കണ്ട. നോമ്പ് കാരണം കുട്ടിക്ക് മാത്രം ബുദ്ധിമുട്ട് വരും എന്ന നിലക്കാണ് നോമ്പ് ഒഴിവാക്കിയതെങ്കിലോ ഇവിടെ നോമ്പ് ഖളാ വീട്ടുകയും വേണം, ഓരോ നോമ്പിനും ഓരോ മുദ്ദ് ഭക്ഷ്യവസ്തു നൽകുകയും വേണം എന്ന കാര്യം മനസ്സിലാക്കുക. ഈ മുദ്ദുകൾ അവരുടെ മേലിലാണ് നിർബന്ധം, ഭർത്താവിൻ്റെ മേലിലല്ല. ഇരട്ട കുഞ്ഞുങ്ങളാണെങ്കിലും ഒരു മുദ്ദ് മതി എന്ന കാര്യം മനസ്സിലാക്കുക. പലർക്കും സംശയമുണ്ടാവും, 2 കുട്ടികളാണ്, അപ്പോൾ മുദ്ദ് അധികരിപ്പിക്കണോ, ഒരു മുദ്ദ് തന്നെ മതിയോ? ഇവിടെ ഇരട്ട കുട്ടികളാണെങ്കിലും ഒരു മുദ്ദ് തന്നെ മതി എന്ന കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയുമാണ് ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം തന്നെ സ്വീകരിക്കട്ടെ. നാളെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നമുക്കെല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. പടച്ചറബ്ബ് നമ്മളെല്ലാവരും ചെയ്തു പോയ, അറിഞ്ഞും അറിയാതെയും ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും പൊരുത്തപ്പെട്ട് തരട്ടെ. പരിശുദ്ധ റമളാൻ മാസത്തിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ മാസത്തിൽ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കട്ടെ. നമ്മുടെ മക്കളെയെല്ലാം സ്വാലിഹായ മക്കളാക്കി വളർത്തട്ടെ. നമ്മുടെ പൊന്നു മക്കളൊക്കെ തെറ്റുകളിലേക്ക് പോകുമ്പോൾ അതിനെല്ലാം പടച്ചറബ്ബ് കാത്തുരക്ഷിക്കട്ടെ. നല്ല നേരായ മാർഗത്തിലേക്ക് നമ്മുടെ മക്കളെല്ലാം മാറി ജീവിക്കട്ടെ. നമ്മുടെ മക്കളുടെ കാര്യത്തിൽ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ മക്കളെയും എല്ലാം കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ വീട്ടിൽ ബർക്കത്ത് നൽകട്ടെ. നമ്മളോട് സ്നേഹമുണ്ടാവുന്ന മക്കളാക്കി നമ്മുടെ മക്കളെ വളർത്തട്ടെ. ഈ റമളാൻ മാസത്തിലെ എല്ലാ നോമ്പും നല്ല രീതിയിൽ നോമ്പ് നോറ്റ് നല്ല രീതിയിൽ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുവാനുള്ള ഭാഗ്യം പടച്ചിറപ്പി നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. നമുക്കും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും നാളെ ഹബീബായ മുത്തുനബിയോടൊപ്പം സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും പടച്ചിറപ്പ് പൊരുത്തപ്പെട്ടു തരട്ടെ. നാം ചെയ്യുന്ന ഓരോ സൽക്കർമ്മങ്ങളും പടച്ചിറപ്പ് സ്വീകരിക്കട്ടെ. നമ്മുടെ സൽക്കർമ്മങ്ങൾ, ഇബാദത്തുകൾ എല്ലാം പടച്ചിറപ്പ് സ്വീകരിക്കട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ചുകൊണ്ട് സ്വർഗത്തിൻ്റെ ഫോട്ടോ കണ്ട് മരിക്കുവാനുള്ള ഭാഗ്യം പടച്ചിറപ്പ് നമുക്കെല്ലാവർക്കും നൽകട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.